ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. കൃഷ്ണായനം. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോമന്തദാഹം. വനചരന്മാരിൽ ചിലർ തേൻ കുടുക്കകളുമായി ഗ്രാമങ്ങളിലേക്ക് പോകാറുണ്ട്. തേൻ വിറ്റ് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുവാനാണ് അവർ ഗ്രാമാന്തരങ്ങളിൽ എത്തുന്നത്. പലരും തിരിച്ചു മല കയറാറില്ല, ബന്ധുക്കളെ അന്വേഷിക്കാറുമില്ല. എന്തായാലും അങ്ങനെ പോയ വനചരന്മാരിൽ ഒരാളാണ് ആ വാർത്ത കൃഷ്ണന്റെ കർണത്തിൽ ആദ്യം എത്തിച്ചത്. അവൻ കരവീരപുരത്തിനടുത്തുള്ള ഗ്രാമങ്ങളിലാണ് തേൻ വിൽക്കുവാൻ പോയിരുന്നത്. കേശവന്റെ സമീപം എത്തി അവൻ ഉണർത്തിച്ചു, പ്രഭോ, ഞാൻ കരവീരപുരത്തിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഭയന്നിരിക്കുന്നു. ഏതോ ഒരു വലിയ ചക്രവർത്തി യോദ്ധാക്കളുമായി വരുന്നു. ചക്രവർത്തിയെ കരവീരപുരത്തു തന്നെ സ്വീകരിക്കുവാൻ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ധാരാളം പടയാളികൾ പടവേഷവുമായി കരവീരപുരത്തേക്ക് പോകുന്നതും കണ്ടു. അങ്ങയെ അറിയിക്കുവാൻ ഞാൻ ഓടിപ്പോരുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് തൊഴുതു നിൽക്കുന്ന വനചരനെ കേശവൻ അനുഗ്രഹിച്ചു. കാട്ടാളന്റെ മനസ്സിൽ സമാധാനത്തിന്റെ തണുപ്പ് പടർന്നു കയറി. കേശവൻ ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ഉറപ്പായി, ജരാസന്ധൻ വരുന്നുണ്ട്. യുദ്ധോദ്യുക്തനായി മധുരയിലെത്തിയ അവൻ വിവരങ്ങൾ ധരിച്ച് പശ്ചിമഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. വമ്പിച്ച പടയും കാണും. കടുദ്രോഹികളായ മന്നന്മാരുടെ ഹൃത്തടം പിളർന്ന് നിണം ഭൂമിയിലൊഴുക്കി ഭൂഭാരം അവസാനിപ്പിക്കുവാനുള്ള സമയമായെന്ന് തോന്നുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ നാമും നടത്തണം. വനചരൻ പറഞ്ഞത് ശരിയായിരുന്നു. ജരാസന്ധൻ മധുരയിൽ കയറാതെ പശ്ചിമാദ്രിയിലേക്ക് തിരിച്ചു. പലരുടെയും മനസ്സിൽ ചില സംശയങ്ങൾ നാമ്പിട്ടു. മധുര വിട്ടൊഴിഞ്ഞ നിസ്സാരമായ 2 ഇടയച്ചെറുക്കന്മാരെ തേടി പശ്ചിമാദ്രിയോളം പോവുക, ദുർഗമങ്ങളും ദുഷ്കരങ്ങളും ദുർവഹങ്ങളുമായ വനപ്രദേശങ്ങളിൽ വസിക്കുക, ഇതിൻ്റെ ആവശ്യമുണ്ടോ? സന്ദേഹങ്ങൾ എന്തുകൊണ്ടോ വളർന്നില്ല. കഠിനാതപത്തിൽ വിടർന്ന ചെറുമുള പോലെ അത് ഉണങ്ങിപ്പോയി. എന്നാൽ ജരാസന്ധൻ അറിയാം ആ ഗോപാല ബാലന്മാരുടെ കഴിവിനെക്കുറിച്ച്. പടുമുളയല്ലവർ, തെരുപ്പിടിച്ച് കയറി എതിരാളിയെ വകവരുത്തുന്ന ശക്തിയുത്തരാണ് ആ ഇടയബാലന്മാർ. നന്നേ ചെറുപ്പത്തിൽ ദേവേന്ദ്രന്റെ വെൺകൊറ്റക്കുട അപഹരിച്ചു കൊണ്ടുവന്ന കംസനെ ലഘുപ്രായത്തിൽ ഒതുക്കിയവരാണ് കൃഷ്ണനും ബലരാമനും. ചാണൂരാദികൾ ഒട്ടും മോശക്കാരല്ല. കുവലയാപീഠം നിസ്സാരനായ ഗജം അല്ല. ആ ശക്തി ദുർഗങ്ങളെ ഇളം കാറ്റുകൊണ്ട് ഭേദിച്ചിരിക്കുന്നു. അവരെ ബാലന്മാർ എന്ന് കരുതി തള്ളുവാനാവുകയില്ല. ശക്തിയോടെ ആഞ്ഞു കയറി പാഞ്ഞു പിടിച്ച് കൊല്ലുക തന്നെ വേണം. മുളയിൽ നുള്ളുവാനാവുന്നത് തടിയായാൽ കഴിയുകയില്ല. കൂട്ടത്തിലുള്ള പലരുടെയും മനസ്സറിഞ്ഞിട്ടും ജരാസന്ധൻ പശ്ചിമാദ്രിയിലേക്ക് തന്നെ യാത്ര തുടർന്നത് ഈ ലക്ഷ്യം വെച്ചു തന്നെയാണ്. കൃഷ്ണനും ബലരാമനും വളർന്നാൽ തൻ്റെ കിരീടവും തെറിക്കുമെന്ന് ജരാസന്ധൻ അറിയാം. ജരാസന്ധൻ കരവീരപുരത്തെത്തി. രാജാവിൻ്റെ കൂടെ രുഗ്മി, ധമഘോഷൻ, അനുവിന്ദൻ തുടങ്ങിയ രാജകുമാരന്മാരും ഉണ്ടായിരുന്നു. മറ്റ് അനേകം രാജാക്കന്മാരും ജരാസന്ധനെ അനുഗമിച്ചിരുന്നു. പശ്ചിമാദ്രിയിൽ വേട്ടയ്ക്കായി പോകുന്നുവെന്നാണ് ജരാസന്ധൻ എല്ലാവരോടും പറഞ്ഞത്. ആനന്ദമാണ് മൃഗയ തരുന്നത്. ഘോര യുദ്ധത്തിന് വന്നു ശത്രുക്കളെ
ഒളിച്ചോടി ഇനി അല്പം ഉല്ലസിക്കാം, മൂർച്ചയേറിയ അമ്പുകളും വാളുകളും പ്രയോഗിച്ച് സായുജ്യമടയുകയുമാവാം. അവർ കരവീരപുരം കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ശൃഗാല വാസുദേവ മഹാരാജാവ് അവരെ ആദരിച്ച് സ്വീകരിച്ചു. വമ്പിച്ച സദ്യ ഒരുക്കി, സൈന്യങ്ങൾക്ക് ആഹാരം നൽകി, പാർക്കുവാൻ നെടുംപുരകൾ ഉയർത്തി. ചക്രവർത്തിയുടെ വരവിനെ ആദരിച്ച് നൃത്തശാല മണ്ഡപത്തിൽ നടനോത്സവം തന്നെ നടന്നു. ശൃഗാല വാസുദേവനുമായി ജരാസന്ധൻ രഹസ്യ ഭാഷണം നടത്തി. ജരാസന്ധൻ പറഞ്ഞു, എൻ്റെ വരവ് പശ്ചിമാദ്രിയിലെ മൃഗയാ വിനോദത്തിന് മാത്രമല്ല, അത് വെറും വിനോദവാദനം മാത്രം. യഥാർത്ഥത്തിൽ എൻ്റെ വരവിൻ്റെ ലക്ഷ്യം കേൾക്കൂ. മധുരയിലെ രാജാവായ കംസനെ തന്ത്രത്തിൽ വധിച്ച സൂത്രശാലികളായ രാമനും കൃഷ്ണനും എന്നെ ഭയന്ന് പശ്ചിമാദ്രിയിൽ അഭയം തേടിയിരിക്കുകയാണ്. ധിക്കാരികളായ ആ ഇടയച്ചെറുക്കന്മാരെ മര്യാദ പഠിപ്പിക്കാതെ എനിക്ക് ഉറക്കമില്ല. അവർ വളർന്നാൽ മഗധയ്ക്ക് ആപത്താണ്. താങ്കളും ഈ കാര്യത്തിൽ എന്നെ സഹായിക്കണം. ശൃഗാല വാസുദേവന് ആനന്ദമായി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ ഗോമന്തത്തിലേക്ക് യാത്ര തിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ശൃഗാലൻ തൻ്റെ സൈന്യാധിപന് ആജ്ഞ നൽകി. പ്രഭാതം വിടർന്നപ്പോൾ വമ്പിച്ച പടയുമായി അവർ പശ്ചിമാദ്രിയിലേക്ക് തിരിച്ചു. സമതലങ്ങൾ കടന്ന് ജരാസന്ധനും കൂട്ടരും ഗോമന്തത്തിൻ്റെ തടപ്രദേശത്തെത്തി. നീലമേഘങ്ങളെ തൊട്ടുരുമുന്ന ശൃംഗങ്ങളുമായി നിൽക്കുന്ന ഗംഭീരനായ പശ്ചിമഘട്ടത്തെ അവർ നോക്കിക്കണ്ടു. പ്രവൃദ്ധ വീര്യത്തോടെ സംഘം വനത്തിനുള്ളിലേക്ക് കടന്നു. രാമനും കൃഷ്ണനും പുതിയതായി യുദ്ധം പരിശീലിച്ച യോദ്ധാക്കളും ഗോമന്തത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. പർവ്വതത്തിൻ്റെ രഹസ്യ മാർഗങ്ങളിൽ നിന്നിരുന്ന വനചരന്മാരിൽ ചിലർ മുകളിലെത്തി വിവരമുണർത്തിച്ചു. ചതുരംഗപ്പടയോടുകൂടി കുറേ രാജാക്കന്മാർ തടം കടന്ന് പർവ്വതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവർ ഞാണൊലിയിട്ട് മൃഗങ്ങളെ ഇളക്കി വിടുന്നു. ശക്തന്മാരും മല്ലന്മാരുമാണ് എല്ലാവരും. വാളും ധനുസ്സും ഗദയും ഏന്തിയവരാണ് മിക്ക പേരും. നാം പുതിയതായി നിർമ്മിച്ച ആയുധങ്ങളൊന്നും അവരുടെ കരത്തിൽ കാണുക ഉണ്ടായില്ല. മാധവൻ പറഞ്ഞു, നാം പ്രതീക്ഷിച്ചത് വന്ന് ഭവിച്ചിരിക്കുന്നു. വമ്പിച്ച സൈന്യം ഗോമന്തം വളഞ്ഞിരിക്കുകയാണ്. പ്രകൃതി തന്ന മറ ഉപയോഗിച്ച് ശത്രുനിരയെ പരാജയപ്പെടുത്തണം. എല്ലാവരും ആയുധമേന്തി തയ്യാറാവുക. ശിഷ്ടരെ ശിക്ഷിക്കുവാൻ ദുഷ്ടർക്ക് വേണ്ടി ആയുധമെടുക്കാം. കേശവന്റെ വാക്കുകൾ നിമിഷത്തിനുള്ളിൽ അക്ഷരം പ്രതി നടപ്പാക്കി. സൈന്യബലത്തിന് എണ്ണമല്ല, മനസ്സിന്റെ മുന്നൊരുക്കമാണ് വേണ്ടതെന്ന് കേശവൻ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു. ജരാസന്ധന്റെ സൈന്യങ്ങൾ മടുത്തു. കൊടുങ്കാട്, നട്ടുച്ചയ്ക്ക് പോലും പ്രകാശം കടക്കുന്നില്ല. മിന്നാമിനുങ്ങുകൾ മിന്നി നടക്കുന്ന അന്തരീക്ഷം. ആഹാരവും ശരിക്കും ലഭിക്കുന്നില്ല. അവർ അസ്വസ്ഥ ചിത്തരായി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് അറിഞ്ഞില്ല. പ്രഭാതവും പ്രദോഷവും വേർതിരിച്ചറിയുവാനാവാതെ സൈന്യങ്ങൾ കുഴങ്ങി. മലയുടെ ഗർഭത്തിൽ പ്രകൃതി നൽകിയ തമസ്സിൽ അടിഞ്ഞുകൂടിയിട്ട് 7 ദിവസം കഴിഞ്ഞു. പക്ഷേ സൈന്യങ്ങൾക്കും രാജാക്കന്മാർക്കും 7 യുഗമായിട്ടാണ് തോന്നിയത്. കാട്ടുചോലയിലെ ചവർപ്പുറ്റ ജലം കുടിച്ചും കാട്ടുകിഴങ്ങുകളും ഫലങ്ങളും ഭക്ഷിച്ചും എത്ര നാളാണ് അന്വേഷണം തുടരുക? പിന്തിരിയാമെന്ന് വെച്ചാൽ മരണം സുനിശ്ചിതം. അതുകൊണ്ട് മലയുടെ പള്ളയിൽ അലിഞ്ഞു ചേരുക തന്നെയാണ് അഭികാമ്യം. ഇങ്ങനെ ചിന്തിച്ച് സൈന്യങ്ങൾ മുന്നേറി. സംഘത്തിലെ പല രാജാക്കന്മാരും അമർഷികളായി. കേവലം 2 ഇടയച്ചെറുക്കന്മാർക്ക് വേണ്ടി സഹസ്രക്കണക്കിന് സൈന്യങ്ങൾ ഭീകരമായ ഒരു വനത്തിലെ ഓരോ ഇലയും മറിച്ചു നോക്കുക ആവശ്യമില്ല. എത്ര ദിവസം വനത്തിൽ കഴിയുവാനാകും? വേനൽക്കാലമായതിനാൽ വൃക്ഷച്ചുവടുകളിൽ ഉറങ്ങാം. എന്നിട്ടും 100 കണക്കിന് സൈനികർ സർപ്പദംശമേറ്റിരിക്കുന്നു. ദുഷ്ടമൃഗങ്ങൾക്ക് കുറേ പേർ ഇരയായി. എത്രയും പെട്ടെന്ന് മലയിറങ്ങിയേ മതിയാവൂ. സൈന്യങ്ങളുടെയും ചില രാജാക്കന്മാരുടെയും മനസ്സിലിരിപ്പ് ജരാസന്ധൻ അറിഞ്ഞു. തടപ്രദേശത്തു നിന്നും വളരെ മുകളിലെത്തിക്കഴിഞ്ഞു. കീഴ്ക്കാൻ തൂക്കായ പാറകൾ ആണ് ചുറ്റും. ഇടയ്ക്കിടയ്ക്ക് പുൽമേടുകളും. എങ്ങനെയാണ് മുകളിലേക്ക് കയറുക എന്നറിയുവാൻ കഴിയുന്നില്ല. സാഹസികരായ ചില സൈനികർ പറഞ്ഞു,
ഈ പുൽമേട് വഴി ഞങ്ങൾ കയറാം, ബാക്കിയുള്ളവർ പിന്നാലെ വരട്ടെ. താഴേക്ക് നോക്കിയാൽ ഭൂമണ്ഡലം പുകഞ്ഞു നിൽക്കുന്നത് മാത്രം കാണാം. പാദമൊന്ന് ചലിച്ചാൽ, പുല്ലുകളിലെ പിടിപോയാൽ അഗാധതകളിൽ ഒരു അസ്ഥിക്കൂനയായി സൈന്യങ്ങൾ അമരും. അതോർത്തപ്പോൾ പലരുടെയും ഞരമ്പുകളിൽ രക്തമുറഞ്ഞു. ജരാസന്ധൻ പ്രോത്സാഹിപ്പിച്ചു, രാമകൃഷ്ണന്മാരുടെ തലയും കൊണ്ടേ മലയിറങ്ങാവൂ. സൈന്യങ്ങൾ കയറുവാൻ തുടങ്ങി. അല്പം മുകളിൽ എത്തിക്കാണും. അതാ വരുന്നു വലിയ പാറക്കഷ്ണങ്ങൾ. പലരും ഒഴിഞ്ഞു. പക്ഷേ എവിടെല്ലാം ഒഴിയും? മുകളിൽ നിന്നും വന്ന പാറകൾ സൈനികരെയും കൊണ്ട് താഴ്വാരത്തിലേക്ക് പോയി. മഹാരാജാവിൻ്റെ മുഖം താണു. ബാക്കിയുള്ളവർ പിൻവാങ്ങി. പർവ്വതത്തിൻ്റെ മുകളിൽ അനേകം ജനമുണ്ട്. കാട്ടുജാതിക്കാരെല്ലാം വനത്തിൻ്റെ ഉയരത്തിൽ താവളമടിച്ചിരിക്കാം. മുകളിലേക്ക് കയറുവാൻ രഹസ്യ വഴികളും ഉണ്ടാവാം. അത് ആരായുവാൻ എളുപ്പമല്ല. അപ്പോഴാണ് ചേതി രാജാവ് ഒരു ഉപായം മുന്നോട്ട് വെച്ചത്. വേനൽക്കാലമാണ്. പുല്ലുകളും ചെടികളും ചെറിയ വൃക്ഷങ്ങൾ പോലും ഉണങ്ങി നിൽക്കുകയാണ്. ഈ സന്ദർഭം മുതലാക്കിയാൽ മതി, എല്ലാം സുഗമമാകും. ജരാസന്ധൻ ചോദിച്ചു, എന്താണ് താങ്കൾ ലക്ഷ്യമാക്കിയത്? വ്യക്തമാക്കൂ. ചേതിരാജൻ തുടർന്നു, മഹാനായ ചക്രവർത്തി, ഇടയച്ചെറുക്കനും കാട്ടുസൈന്യങ്ങളും മുകളിലുണ്ടെന്ന് കരുതിക്കൊള്ളൂ. ഈ കൊടുമുടിക്ക് ചുറ്റും നാം തീ വച്ചാൽ അത് ആളിപ്പടരും. ഒരു അഗ്നിശൃംഗമായി ഗോമന്തം മാറും. പിന്നെ ആരാണ് അതിൽ നിന്നും രക്ഷപ്പെടുക? ചേതിരാജാവിൻ്റെ വാക്കുകൾ ചക്രവർത്തിക്ക് ഹിതമായി. ശരിയാണ്, ഗോമന്തം കത്തിയെരിഞ്ഞാൽ രാമകൃഷ്ണന്മാർക്ക് രക്ഷപ്പെടുവാൻ ആവുകയില്ല. അതുതന്നെയാണ് ഉപായം. സൈന്യങ്ങൾ കീഴോട്ടിറങ്ങി. മലയുടെ കടയ്ക്കൽ അഗ്നി കൊളുത്തുക. സായാഹ്നമായി കഴിഞ്ഞു. തമസും അനുകൂലമാണ്. അഗ്നി പൊരിഞ്ഞു കത്തുകയും ചെയ്യും. ജരാസന്ധന്റെ തീരുമാനം നടപ്പിലായി. ഗോമന്തത്തിന്റെ ചുവട്ടിൽ അഗ്നി പിടിച്ചു. വെയിൽ തട്ടിത്തിളങ്ങുന്ന മേഘം പോലെ കാട്ടുതീ പടർന്നു വിളങ്ങി. കാറ്റ് എത്തി അഗ്നിയെ ആശ്ലേഷിച്ചു. വികാരം കൊണ്ട് അഗ്നിയും മാരുതനും പൊളഞ്ഞു. മലയുടെ ഗർഭതടങ്ങളിലൂടെ അവർ നൂണ് കയറി. വൃക്ഷങ്ങൾ വെന്തുമറിഞ്ഞു. അനേകം പക്ഷികളും മൃഗങ്ങളും ചെന്തിയിൽ വെന്തുരുകി. പുകയും ജ്വാലയും ചിന്നി ആകാശം മിന്നിജ്വലിച്ചു. വൻമരങ്ങളിൽ അഗ്നിനാവ് ചുഴറ്റിപ്പടർന്നു. പുകയിൽ കുമിഞ്ഞ പർവ്വതം അനന്തതയിൽ മറഞ്ഞു. പെട്ടെന്ന് 1000 നാവിട്ടുണർന്ന് അഗ്നി ലാവയായി ഒഴുകി. വീണ്ടും ആകാശത്തിലേക്ക് അലയിട്ടുയർന്നു. അഗ്നിസമുദ്രത്തിൽ ഗോമന്തം മുങ്ങിയും പൊങ്ങിയും നിന്നു. വൻപാറകൾ അന്തരീക്ഷത്തിൽ പൊട്ടിച്ചിതറി. നീർച്ചോലകളിലെ ജലം ആവിയായി പൊന്തി. തീയേറ്റു പൊള്ളുന്ന പർവ്വതത്തിൽ നിന്നും ധാതുക്കൾ ഉരുകിച്ചാടുവാൻ തുടങ്ങി. പകുതി വെന്ത പാമ്പുകൾ ഫണം വിരിച്ച് അന്തരീക്ഷത്തിൽ ചീറ്റിച്ചാടി വീണ്ടും തീയിൽ വീണു പിടഞ്ഞു. വാലിൽ തീപിടിച്ച ചമരിമാനുകൾ നാലുപാടും ഓടിത്തളർന്ന് ഒടുവിൽ തീയിൽ തന്നെ വന്നു പതിച്ചു. ഗജങ്ങളും കേസരികളും കടുവകളും ഭയാക്രാന്തരായി ഓടി അഗ്നികുണ്ഡങ്ങളിൽ പതിച്ചു. ചാരം കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. ബലരാമനും കൃഷ്ണനും ജരാസന്ധനെയും സൈന്യങ്ങളെയും പ്രതിപാലനം ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വനചരന്മാരുടെ നേതാവ് തിടുക്കത്തിലെത്തി അറിയിച്ചത്, ഗോമന്തത്തിന് ചുറ്റും അഗ്നിയാണ്. അത് കത്തിപ്പടർന്ന് കയറുന്നു. എങ്ങനെയും രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അപ്പോഴേക്കും പുക സർവത്ര വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കാട്ടാള തരുണിമാരും യോദ്ധാക്കളും കേശവന് ചുറ്റും കൂടി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കൂ, ഗോമന്തത്തിലെ അഗ്നിയിൽ പെടാതെ കാത്തുകൊള്ളൂ. കേശവൻ പറഞ്ഞു, ആരും ഭയക്കരുത്, അഗ്നി നമുക്ക് പ്രശ്നമല്ല. ഭീഷണമായ ഒരു കാര്യം വരുമ്പോൾ പരിഭ്രമിക്കരുത്. സ്ഥിരമായ മനസ്സു വേണം. ഗോമന്തത്തിൽ അഗ്നി കത്തിക്കയറി വരട്ടെ, അതിൽ ഭയക്കാനൊന്നുമില്ല. ഭാർഗവൻ പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് പടിഞ്ഞാറെ സമുദ്രതീരത്തെത്താം. ആർക്കും ഹാനി വരികയില്ല. തീയും പുകയും അന്തരീക്ഷത്തിൽ നാക്കിട്ടു ചുഴറ്റുന്നത് അവർ കണ്ടു. കാട്ടുജാതിക്കാരുടെ നേതാവ് പറഞ്ഞു, കൃഷ്ണ പ്രഭോ, ആ വഴി അപകടം നിറഞ്ഞതാണ്. കല്ലുകൾ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് വഴി കീഴ്ക്കാം തൂക്കാണ്. സ്ത്രീകളും കുട്ടികളും അതുവഴി ഇറങ്ങിയാൽ മരിക്കുമെന്നുറപ്പാണ്.
കേശവൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്നെ വിശ്വസിച്ച് പിന്തുടരുവിൻ. വിശ്വാസിയാണ് എൻ്റെ സമീപം വരുക. അവിശ്വാസിക്ക് വിജയം വളരെ അകലെയാണ്. അവർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഗോമന്തത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷം ചൂടായി തുടങ്ങി. കാറ്റിൽ പറന്നെത്തുന്ന തീപ്പൊരി ഗോമന്തത്തിന്റെ മുകളിലും അഗ്നികുണ്ഡങ്ങൾ നിർമ്മിച്ചു. കല്ലുയർന്നു നിൽക്കുന്ന പശ്ചിമപർവ്വത ഭാഗത്ത് അവരെത്തി. ബലരാമൻ ആദ്യം ഇറങ്ങി. പിന്നാലെ കുറേ പുരുഷന്മാർ, പിന്നെ സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെ മലയിറങ്ങുവാൻ തുടങ്ങി. അവർക്ക് പോലും അത്ഭുതം തോന്നി. കല്ലുയർന്ന് ഭീഷണമാണെങ്കിലും നടന്നു പോകുവാൻ സുഗമമായ വഴിത്താര തന്നെയാണിത്. ഗോമന്തത്തിന്റെ ഏതു ഭാഗവും അറിയാമെന്ന് വനചരന്മാരുടെ നേതാവ് അഭിമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് പോലും അജ്ഞാതമായ വഴിത്താരയാണിത്. വളരെ ദൂരെ നിന്ന് ഈ സ്ഥലം ദർശിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതുവഴി നടന്നു പോകുവാനാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷെ കൃഷ്ണൻ അതും അറിഞ്ഞിരിക്കുന്നു. വനചരന്മാരുടെ നേതാവ് കരം കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ടാണ് അടിയൻ ഈ വഴി ദുർഗമമാണെന്ന് പറഞ്ഞത്. അങ്ങ് ഇതും അറിഞ്ഞിരിക്കുന്നുവെന്ന് കാണുവാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. കേശവൻ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. മാധവനാണ് അവസാനം കുന്നിറങ്ങിയത്. അപ്പോഴേക്കും ദാഹാർത്തനായ പവനൻ ഗോമന്തത്തിന്റെ തിരുമുടിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. തീയും പുകയുമായി നാവിട്ടുയർന്ന മേഘത്തോളം അഗ്നി തൂണുപോലെ കത്തിനിന്ന് ജരാസന്ധൻ പറഞ്ഞു, ഇടയച്ചെറുക്കന്മാർക്ക് ഒരിക്കലും രക്ഷപ്പെടുവാനാവുകയില്ല. അഗ്നിജ്വാലകൾ അവരെ നക്കിത്തുടച്ചിരിക്കണം. ജീവനോടെ പിടിച്ചു കെട്ടി കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം. കഴിഞ്ഞില്ല. ഇതു മതി. ഏതായാലും ഹൃദയം കുളിർത്തു മടങ്ങാം. ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് സൈന്യങ്ങൾ തടമിറങ്ങുവാൻ തുടങ്ങി. ആയുധങ്ങൾ ഭാണ്ഡങ്ങളിലാക്കി വിജയശ്രീ ലാളിതരായി അവർ വനമിറങ്ങി. സമുദ്രതീരത്തെത്തിയ ബലരാമനും കൃഷ്ണനും യോദ്ധാക്കളോട് പടച്ചട്ടയണിഞ്ഞ് ആയുധങ്ങൾ ധരിക്കുവാൻ ആജ്ഞാപിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും പാറകൾ എഴുന്നു നിൽക്കുന്ന കടൽ തീരത്ത് ഒളിപ്പിച്ചു നിർത്തി. നിമിഷങ്ങൾക്കകം എല്ലാവരും മഞ്ഞപ്പട്ടുകൊണ്ടുള്ള പടച്ചട്ടയണിഞ്ഞ് വിവിധ തരം ആയുധങ്ങളുമായി നിരന്നു. കേശവനും ആയുധങ്ങൾ ധരിച്ച് നരസിംഹ തുല്യനായി വർത്തിച്ചു. മാധവൻ പറഞ്ഞു, യോദ്ധാക്കളെ, ഈ വനതടത്തിനപ്പുറം ജരാസന്ധനും സൈന്യങ്ങളുമുണ്ട്. നമ്മൾ വെന്തുപോയെന്ന് കരുതി തിരികെ പോകാനുള്ള വെമ്പലിലായിരിക്കും അവർ. പിന്നിലൂടെ ചെന്ന് പൊടുന്നനെ മുന്നിൽ ചാടി വീഴുക, അവരെ അരിഞ്ഞു തള്ളുക. എല്ലാവർക്കും ആ തന്ത്രം ബോധിച്ചു. യുദ്ധം ചെയ്യുന്നതിനുള്ള മറ്റു ചില ഉപായങ്ങൾ കൂടി വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം കേശവൻ ആയുധസജ്ജനായി മുൻപേ നടന്നു. ബലരാമൻ ഗദായുക്തനായി കേശവനോടൊപ്പം നിന്നു. മാധവൻ വനതടം കടന്ന് ഗോമന്തത്തിന്റെ മറുഭാഗത്തെത്തി. ആകാശത്തുയരുന്ന അഗ്നിസ്തംഭം നോക്കി ആനന്ദിച്ചു നിൽക്കുന്ന ജരാസന്ധനെയും പടജനങ്ങളെയും കേശവൻ കണ്ടു. മാധവൻ ജ്യേഷ്ഠനോടും അനുചരന്മാരോടും പറഞ്ഞു, അതാ നിൽക്കുന്നു ജരാസന്ധനും പടയാളികളും. ചക്രവർത്തിയായ മാഗധനെ സഹായിക്കുവാൻ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. നിരായുധരാണ് ചക്രവർത്തിയും കൂട്ടരും. അവർക്ക് ആയുധമെടുക്കുവാനുള്ള അവസരം നാം നൽകരുത്. ഒരു യോദ്ധാവിനും വേണ്ടി രണ്ടാമതൊരിക്കൽ കൂടി ശസ്ത്രം പ്രയോഗിക്കേണ്ടി വരരുത്. മനസ്സുവെച്ച് ആയുധം നീട്ടി പൊടുന്നനെ ചാടി വീഴുക. പെട്ടെന്നാണ് എവിടെ നിന്നെന്നറിയാതെ വനചരന്മാർ മാഗധ സൈന്യത്തിലേക്ക് ചാടി വീണത്. മരക്കൊമ്പുകളും ഗുഹാമുഖങ്ങളും അവരെ ജഡിതി പ്രസവിക്കുകയായിരുന്നു. വീതിയും നീളവുമുള്ള ഖഡ്ഗം കൊണ്ട് പയറ്റുമുറയിൽ അവർ ജരാസന്ധ സൈന്യങ്ങളെ ആക്രമിച്ചു. നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് സൈന്യങ്ങൾ ചത്തുമലച്ചു. പരിഭ്രമിച്ച സൈന്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കും മുമ്പ് അവരുടെ ശിരസ്സുകൾ ഗോമന്തത്തിൽ ചോരപ്പൂക്കളായി വീണുകൊണ്ടിരുന്നു. ജരാസന്ധന്റെ പടനടുവിലേക്ക് താലങ്കൻ ഗദയുമായി ചാടി വീണു. ചക്രവർത്തിയുടെ സൈന്യങ്ങൾ ഭയന്നു. ആയുധമില്ലാതെ അടരാടുന്നതെങ്ങനെ? ജരാസന്ധന്റെ പട നാലുപാടും ചിതറിയോടി. അവരെ തടഞ്ഞു നിർത്തുവാൻ മഹാരാജാവിന് കഴിഞ്ഞില്ല. കേശവൻ ധനുസേന്തി. ശാർംഗത്തിൽ നിന്നും കൂരമ്പുകൾ ജലപാതം പോലെ വർഷിച്ചു.
മാഗധ സൈന്യങ്ങൾ തകർന്നു വീണു. ബലരാമന്റെ ഗദാഘാതം തടഞ്ഞു നിൽക്കുവാൻ സൈന്യങ്ങൾക്ക് കഴിഞ്ഞില്ല. അവർ തൊഴുകൈയോടെ മരണം ഏറ്റുവാങ്ങി. ഗദായുദ്ധത്തിൽ ബലരാമനെ എതിർക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. രുക്മി കേശവനെ കണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ കൃഷ്ണൻ എത്തിയിരിക്കുന്നു, ഇവനെ പിടികൂടി വധിക്കണം. അത് കേട്ട് അവന്തിയിലെ അനുവിന്ദൻ ഉച്ചത്തിൽ പറഞ്ഞു, കാലിച്ചെറുക്കൻ്റെ കഥ ഞാൻ തീർത്തുകൊള്ളാം. അനുവിന്ദൻ വില്ലുയർത്തി. ഞാൻ വലിക്കും മുമ്പ് ആ വില്ല് മുറിഞ്ഞു. മറ്റൊന്നെടുക്കും മുമ്പ് കത്തിയമ്പ് അവൻ്റെ ശിരസ് ചെത്തിക്കളഞ്ഞു. കബന്ധമായി മല കുലുക്കി തുള്ളി അനുവിന്ദൻ തടമിറങ്ങി. അനുവിന്ദൻ മരിച്ചത് കണ്ട് രുക്മി ഗോവിന്ദനോട് ഏറ്റു. മാധവൻ ചിരിച്ചുകൊണ്ട് 3 അമ്പുകൾ രുക്മിയുടെ തുടയിൽ കയറ്റി. ഭീഷ്മകൻ വട്ടം കറങ്ങി തറയിലിരുന്നു. കൃഷ്ണൻ വിളിച്ചു പറഞ്ഞു, രുക്മി, ഇനി ഇവിടെ നിൽക്കരുത്, നിന്റെ രാജ്യത്ത് ചെന്നേ നിൽക്കാവൂ. ഭീഷ്മകന് കാര്യം ബോധ്യമായി. എതിർത്താൽ ബാക്കിയുണ്ടാവില്ല. ജീവൻ വേണമെങ്കിൽ പിന്തിരിയണം. തുടയിൽ തറഞ്ഞ അമ്പുകൾ ഊരിയെറിഞ്ഞിട്ട് രുക്മി ആരെയും ശ്രദ്ധിക്കാതെ വനമിറങ്ങി ഓടി. രുക്മി ഓടി ജരാസന്ധന്റെ സമീപമെത്തി. അപ്പോഴേക്കും അവൻ വീണുപോയിരുന്നു. അനുവിന്ദൻ മരിച്ച കഥ കിടന്നുകൊണ്ടു തന്നെ ജരാസന്ധനെ അറിയിച്ചു. തുടയിൽ തറഞ്ഞു കയറിയ അമ്പുകളുടെ കഥയും വിക്കി വിക്കി ഭീഷ്മകപുത്രൻ പറഞ്ഞു. ജരാസന്ധനിൽ കോപം ഇരച്ചു കയറി. ഗദയുമായി അലറിക്കൊണ്ട് ജരാസന്ധൻ രംഗത്തെത്തി. ബലരാമൻ ചക്രവർത്തിയെ തടഞ്ഞു. ജരാസന്ധൻ പറഞ്ഞു, എന്നെ പേടിച്ച് ഒളിച്ചോടിയ കാലിച്ചെറുക്കന്മാരുടെ വമ്പ് ഞാൻ ഇന്നൊടുക്കും. ഇങ്ങനെ അലറിപ്പറഞ്ഞുകൊണ്ട് ജരാസന്ധൻ ഇരുമ്പ് ഗദയുമായി മന്നിടത്തിൽ മപ്പടിച്ചു നിന്നു. കരബലം ഉരത്ത രാജാവ് അടുത്തുനിന്ന കരിവീട്ടിയിൽ ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. ആകാശം മുട്ടിനിന്ന കരിവീട്ടി ഗദാഘാതത്തിൽ മറിഞ്ഞു. ഇത് കണ്ട് വനചരന്മാർ ഭയന്നു. ജരാസന്ധന്റെ അത്ഭുത പരാക്രമം കണ്ടിട്ടും തെല്ലും കൂസാതെ ബലരാമൻ മുമ്പോട്ടെടുത്തു. ജരാസന്ധനും ഗദയുമായി തയ്യാറായി നിന്നു. ഈറ്റപ്പുലികൾ പോലെ അവർ കണ്ണിൽ കണ്ണിൽ നോക്കി അടുത്തു. മറ്റുള്ളവരുടെ പോര് താനേ നിന്നു. എല്ലാവരും കാഴ്ചക്കാരായി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഗരുഡവേഗത്തിൽ ബലരാമൻ ഉയർന്നു. ഭീഷണവേഗത്തിൽ പറന്നു. തീക്ഷ്ണമായ ഗദ കൊണ്ട് ജരാസന്ധനെ അടിച്ചു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായതിനാൽ ചക്രവർത്തിക്ക് ഗദാഘാതം തടയുവാനായില്ല. അംസത്തിൽ അടിയേറ്റ ജരാസന്ധൻ തെറിച്ചു വീണു. കരത്തിലിരുന്ന ഗദ പിടിവിട്ട് ഉരുണ്ട് പാറയിൽ തട്ടി കരണം മറിഞ്ഞ് താഴേക്ക് പോയി. ക്രുദ്ധനായ ബലരാമൻ ജരാസന്ധന്റെ ശിരസിൽ പ്രയോഗിക്കുവാൻ ഗദ ഉയർത്തി. ജ്യേഷ്ഠാ, അരുത്, അവന്റെ സമയം ആയിട്ടില്ല, കൊല്ലരുത്, ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞു. ബലരാമൻ ഭഗ്നാശനായി ആയുധം പിൻവലിച്ചു. കേശവൻ പറഞ്ഞു, എടോ രുക്മി, നിന്റെ ചക്രവർത്തിയെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ. ഇനിയും നിന്നാൽ വനചരന്മാർ ഉപദ്രവിക്കും. രാജകുലത്തിന് നാണക്കേടാണത്. ആയുധം പോയി അപമാനം കേറി നിരാശനായി നിലത്ത് കിടക്കുന്ന ജരാസന്ധന് അനന്തകരണീയമൊന്നും ഓർമ്മ വന്നില്ല. ഈ സമയത്ത് രുക്മി അകലെ നിന്നും തേര് കൊണ്ടുവന്നു. ചക്രവർത്തിയെ എഴുന്നേൽപ്പിച്ച് തേരിൽ കയറ്റിയിരുത്തി. ചക്രവർത്തിയുടെ ബുദ്ധി നേരെ പ്രവർത്തിച്ചില്ല. എങ്കിലും അയാൾ ചുറ്റും നോക്കി. മന്ദബുദ്ധിയുടെ കണ്ണുകളും മുഖവുമായിരുന്നു ജരാസന്ധന്. രുക്മിക്ക് ഒരു കാര്യം ബോധ്യമായി. തങ്ങളുടെ സൈനികർ മിക്ക പേരും മരിച്ചിരിക്കുന്നു. കുറച്ച് ആളുകൾ ഓടിപ്പോയിട്ടുമുണ്ട്. ചുറ്റും വനചരന്മാരാണ്. നെടിയ വാളും കനത്ത വടിയുമായി നടന്ന് ബാക്കിയുള്ളവരെയും തല്ലിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയുമാണവർ. എത്രയും വേഗം രക്ഷപ്പെടുകയാണ് അഭികാമ്യം. രുക്മി തേരോടിച്ചു. വനചര ഭടന്മാർ കൂവിയാർത്തു. ശ്മശാന നിശബ്ദത രുക്മിയെയും ജരാസന്ധനെയും പൊതിഞ്ഞു. മുന്നോട്ടു പോയപ്പോൾ തൻ്റെ സുഹൃത്തുക്കളായ രാജാക്കന്മാർ മൃതിപൂകി കിടക്കുന്നത് ജരാസന്ധൻ കണ്ടു. കഷ്ടം എന്നോർത്ത് കഴുത്തിൽ തലയും തൂക്കിയിട്ട് ജരാസന്ധൻ ഇരുന്നു. ശേഷിച്ച മാഗധ സൈനികർ ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച രുക്മിയെ വേദനിപ്പിച്ചു. അയാൾ ഓർത്തു, താനും രാജാവും ഇപ്പോൾ അവരെ പോലെ തന്നെയാണല്ലോ.
ആ ചിന്ത രുക്മിയെ നിരാശനാക്കി. അല്പം അകലെ ഒരു പാറപ്പുറത്ത് വില്ലൂന്നി നിൽക്കുന്ന കേശവനെ രുക്മി കണ്ടു. കൃഷ്ണന്റെ മുഖത്ത് കളിയാടുന്ന പുഞ്ചിരിയുടെ അർത്ഥം എന്തായിരിക്കാം? അതോർത്ത് മനസ്സ് തകർന്ന് രുക്മി തേരുവിട്ടു. തേരിൽ ഒരു സ്തൂപമായി ജരാസന്ധനിരുന്നു. അവരുടെ പിന്നിൽ ഒരു ഭസ്മക്കുന്നായി ഗോമന്തം ആകാശത്തിലേക്ക് മുടി ഉയർത്തി നിന്നു. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.